ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് കാണാം. അതോടൊപ്പം മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ആപ്പിൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $283.42 പെർ ഷെയർ ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.17 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ എൻവിഡിയും ബെറ്റർ ആയിരുന്നു, ആമസോണും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ടെക്നോളജി സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെയില്ല. അതേസമയം വെനിസ്വേലയെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മെജോറിറ്റി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ വളരെ താഴെയായിരുന്നു. കൊറിയൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സിൽവർ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ് ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കോപ്പർ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. കോപ്പർ ഫ്യൂച്ചേഴ്സ്, അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്ക്, മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഈ കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ റെക്കോർഡ് ലോ ഇൻട്രാഡേയിൽ ഹിറ്റ് ചെയ്തിരുന്നു 89.90 രൂപ പെർ ഡോളർ. പക്ഷേ ക്ലോസ് ചെയ്തിരുന്നത് 89.56 രൂപ പെർ ഡോളറാണ്. ഇന്ത്യൻ റുപ്പി ഒരുപക്ഷെ 90-91 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. നമ്മളെ സംബന്ധിച്ച് ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് എല്ലാ ഡാറ്റകളും വന്നിരിക്കുന്നത്. ഫോഴ്സ് മോട്ടേഴ്സ്, അതുപോലെ തന്നെ അശോക് ലേലൻ്റെ ഇത്തരത്തിലുള്ള കമ്പനികൾ, അതുപോലെ തന്നെ TVS മോട്ടേഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ്, ഈ കമ്പനികളെല്ലാം തന്നെ മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് സെയിൽസ് ഡാറ്റ പുറത്ത് വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ തന്നെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിലും ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഫർദർ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NICL റീസെൻ്റായിട്ട് മുരുകപ്പ ഗ്രൂപ്പ് അക്വയർ ചെയ്ത കമ്പനിയാണ്, റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് 2462 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അഫ്കോൺ ഇൻഫ്ര 884 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. GHV ഇൻഫ്ര പ്രൊജക്ട് 109 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NRB ബെയറിങ്സ് ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ റോളർ ബെയറിങ്ങിന് വേണ്ടിയാണ്. ഈ JVയിൽ 75% NRB ബെയറിങ്സ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ NRB ബെയറിങ്ങിനെ സംബന്ധിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ് 1171.31 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2588.93 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്നലെ മഹാരാഷ്ട്ര സീംലെസ്, മാൻ ഇൻഫ്രാസ്ട്രക്ചർ, ഉഷ മാർട്ടിൻ, ഗുൽഷൻ പോളിയോൾസ്, DB കോർപ്പ്, ഈ 5 കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. അതേസമയം MTAR ടെക്നോളജീസ്, CRM സിൽക്ക് മിൽസ്, ഈ 2 കമ്പനികളിലും പ്രൊമോട്ടേഴ്സ് ഇന്നലെ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഇനി SME IPO സെഗ്മെൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന എക്സാറ്റോ ടെക്നോളജീസ് സെക്കൻഡ് ഡേ 299 times ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്നാണ് ലാസ്റ്റ് ഡേ. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നേക്കാം. ഓൾറെഡി ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 100%-ലധികമാണ്. അതോടൊപ്പം തന്നെ LOGCL സൊല്യൂഷൻസ് 1.48 times ഇന്നലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇഷ്യൂ ഇന്ന് ക്ലോസ് ചെയ്യാണ്. ഒപ്പം നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന റേവൽ കെയർ ലിമിറ്റഡ് 15.5 times ഇന്നലെ ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇഷ്യൂ വലിയ രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന IPOs ആണ്.
ഈ 3 BSE IPOസും അതോടൊപ്പം തന്നെ ഇന്ന് NSEയിൽ വേറൊരു SME IPO ഓപ്പൺ ആവുന്നുണ്ട്. നിയോക്കം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഈ IPO നല്ലൊരു IPO ആണ്. റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് നിയോക്കം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്ലൈറ്റ് വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ്, ഗോൾഡ് പ്രൈസ്, സിൽവർ പ്രൈസ്, ഈ പ്രൈസുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.